സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകുന്നത് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ഇത് നിങ്ങൾ പലപ്പോഴും സെൻറ്റൻസുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരു പേരിലായിരിക്കില്ല നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. അതിനുശേഷം നമുക്കിതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിക്കാം. ഇവിടെ ഞാനൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ദ പേഴ്സൺ ഹൂ ഡൊണേറ്റഡ് ദാറ്റ് മണി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ആ പൈസ കൊടുത്ത വ്യക്തി എന്നുള്ളതാണ്. ഇവിടെ റിലേറ്റീവ് പ്രൊനൗണായിട്ട് വന്നിരിക്കുന്നത് ഹൂ എന്നുള്ളതാണ്. അതായത് ഏത് വ്യക്തി എന്നുള്ളതാണ് ആ ഹൂ. ആ വ്യക്തി എനിക്കറിയില്ല, ആരാണെന്നറിയില്ല, പക്ഷേ ആ വ്യക്തിയെപ്പറ്റി പറയാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ഹൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു റിലേറ്റീവ് പ്രൊനൗണാണ്. നമുക്ക് വിശദമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സബ്സ്ക്രിപ്ഷൻ പൂർണ്ണമായിട്ട് ഫ്രീ ആണ്. അതുപോലെ തന്നെ ആ ബെൽ ഐക്കണിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യും. ഇവിടെ ഞാൻ പ്രധാനപ്പെട്ട റിലേറ്റീവ് പ്രൊനൗണാണ് കൊടുത്തിരിക്കുന്നത്. ഹൂ എന്ന് പറഞ്ഞാൽ ആരോ, അയാൾ അല്ലെങ്കിൽ അദ്ദേഹം. വിച്ച് എന്ന് പറഞ്ഞാൽ ഏതോ, അത്. ദാറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണോ അത് അല്ലെങ്കിൽ ആ. ഹുസ് ഉപയോഗിക്കുന്ന ഓണർഷിപ്പ് പറയാൻ വേണ്ടിയാണ്, ആരുടെ എന്ന് പറയാൻ വേണ്ടിയാണ്. ഇനി നിങ്ങൾ ഈ ഹൂം, വിച്ചും, ഹുസും ഒക്കെ കണ്ടിട്ടുണ്ടോ എവിടെയോ? അതെവിടെയാണ് കണ്ടിട്ടുള്ളത്? ക്വസ്റ്റ്യൻ മേക്കിങ്ങിൻ്റെ അകത്ത്. അതായത് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന അവിടെ നമ്മൾ കണ്ടതാണ്. വളരെയേറെ ചാപ്റ്ററുകൾക്ക് മുമ്പാണ് നമ്മളത് പഠിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളത് പഠിച്ചിട്ടില്ലെങ്കിൽ പുറകിലേക്ക് പോയിട്ട് അതൊന്ന് നോക്കുക. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞോട്ടെ. നമ്മൾ മോഡേൺ ഇംഗ്ലീഷിൽ ഹുമ്മിന് പകരം ഹൂ ഉപയോഗിക്കുന്നതാണ്. ഈ മോഡേൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1970-80 കാലഘട്ടത്തിന് ശേഷമുള്ള ഇംഗ്ലീഷിലാണ് ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി ഈ ഹൂ അല്ലെങ്കിൽ ഹും നമ്മൾ ഉപയോഗിക്കുന്നത് ആളുകളെപ്പറ്റി, വ്യക്തികളെപ്പറ്റി പറയാൻ വേണ്ടിയാണ്. ഇനി ഇവിടെ വിച്ച് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സാധനങ്ങളെപ്പറ്റി, വസ്തുക്കളെപ്പറ്റി പറയാൻ വേണ്ടിയാണ്. ദാറ്റ് ഉപയോഗിക്കും. നമ്മൾ സാധനങ്ങളെപ്പറ്റി പറയാനും ആളുകളെപ്പറ്റി പറയാനും ഏത് ഉപയോഗിക്കാൻ പറ്റും? ദാറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്കിവിടെ ഉണ്ടാകുന്നൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ക്വസ്റ്റ്യൻ ആണോ അതോ ഇത് റിലേറ്റീവ് പ്രൊനൗൺ വെച്ചുള്ളൊരു സെൻറ്റൻസ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ആദ്യം തന്നെ വരും. റിലേറ്റീവ് പ്രൊനൗൺ സാധാരണ വരുന്നത് മിഡിലാണ് ഏകദേശം വരുന്നത്. അങ്ങനെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണും. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത്. ഇംഗ്ലീഷ് നമ്മുടെ മാതൃഭാഷ ഒന്നുമല്ല. അതുകൊണ്ടൊന്നും പഠിക്കണം. നിങ്ങൾ ധൈര്യമായിട്ട് തെറ്റുകൾ ഉണ്ടാക്കി തന്നെ പഠിക്കുക. ഇനി ഇവിടെ നിങ്ങൾ കണ്ടൊരു കാര്യം, വിച്ച് എന്തിനു ഉപയോഗിക്കാം? സാധനങ്ങളെപ്പറ്റി പറയാൻ വേണ്ടി ഉപയോഗിക്കാം. ദാറ്റ് എന്തിനാണ്? ആളുകളെപ്പറ്റി പറയാനും സാധനങ്ങളെപ്പറ്റി പറയാനും ദാറ്റ് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും എന്താണ്? വിച്ചിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദാറ്റ് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. വിച്ചിന് പകരം ഏത് ഉപയോഗിക്കാം? ദാറ്റ് ഉപയോഗിക്കാം. നമുക്ക് ചില ഉദാഹരണങ്ങൾ, സെൻറ്റൻസുകൾ വെച്ചുള്ള ഉദാഹരണങ്ങൾ നോക്കാം. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവും. ഇനി ഐ ഡോണ്ട് നോ ദ പേഴ്സൺ ഹൂ ഡൊണേറ്റഡ് ദാറ്റ് മണി എന്ന് പറഞ്ഞാൽ പൈസ ഡൊണേറ്റ് ചെയ്ത അദ്ദേഹത്തെ, ആ വ്യക്തിയെ. ഇവിടെ ഹൂ ആണ് റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹൂ ആരാണ്? ഏത് വ്യക്തിയാണ്? ആ വ്യക്തി. എനിക്കറിയില്ലാത്ത ആ വ്യക്തി, അദ്ദേഹം അല്ലെങ്കിൽ ആ, അയാൾ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഹൂവിൻ്റെ അർത്ഥം. അദ്ദേഹത്തെ എനിക്കറിയില്ല. ദിസ് സ്വിമ്മർ ഹൂ വോൺ ദ കോമ്പറ്റീഷൻ ട്രെയിൻഡ് ഹാർഡ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ, ആ ജയിച്ച അദ്ദേഹം. ട്രെയിൻഡ് ഹാർഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് നന്നായിട്ട്, വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം ട്രെയിനിങ് ചെയ്തായിരുന്നു എന്നാണ് പറയുന്നത്. ഐ വിസിറ്റഡ് MBC കോളേജ് വിച്ച് ഐ സ്റ്റഡീഡ് മൈ എൻജിനീയറിംഗ്. യഥാർത്ഥത്തിൽ ഞാൻ പഠിച്ച കോളേജാണ്. ഐ സ്റ്റഡീഡ് MBC കോളേജ്. MBC എന്ന് പറഞ്ഞാൽ ആ കോളേജ്. വിച്ച് ഐ സ്റ്റഡീഡ് മൈ എൻജിനീയറിംഗ്. ഏത് കോളേജാണ്? ഞാൻ പഠിച്ച ആ കോളേജ്. വിച്ച് ഐ സ്റ്റഡീഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി വിച്ചിന് പകരം ഏത് ഉപയോഗിക്കാം? ദാറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതിന് തെറ്റൊന്നുമില്ല. ഐ വിസിറ്റഡ് MBC കോളേജ് ദാറ്റ് ഐ സ്റ്റഡീഡ് മൈ എൻജിനീയറിംഗ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതിനകത്ത് തെറ്റൊന്നുമില്ല. കൂടുതൽ, അതായത് നമ്മൾ ഇച്ചിരി നല്ല ഒരു ഇംഗ്ലീഷ് സംസാരിക്കാനാണ് അവിടെ വിച്ച് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞു, ഏതും ദാറ്റും ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ അകത്തൊരു തെറ്റുമില്ല. ഐ ഡോണ്ട് ലൈക്ക് ദ ഷർട്ട് വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ വാങ്ങിച്ച ആ ഷർട്ട് ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമല്ല. ഇനിയിപ്പോൾ ഇവിടെ ദാറ്റ് വൺ ഉപയോഗിക്കാം. ദാറ്റ് ഐ ബോട്ട്
യെസ്റ്റർഡേ എന്ന് പറയാം. ദിസ് ഈസ് ദ ബുക്ക് ദാറ്റ് എവ്രി വൺ ഈസ് ടോക്കിംഗ് അബൌട്ട്. ഐ ഹാവ് എ ഫ്രണ്ട് ഹൂസ് ക്യാറ്റ് ഈസ് അനോയിങ്. അനോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുക, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാറ്റ്. ഏത് ക്യാറ്റാണ്? ആരുടെ ക്യാറ്റാണത്? ഹുസ് എന്ന് പറഞ്ഞാൽ ആരുടെ? ആ ഓണർഷിപ്പ് ആരാണ്? എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാറ്റാണ് ഈ എപ്പോഴും കിടന്ന് ഈ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം. മൈ കാർ വിച്ച് ഈസ് 5 years old ബ്രോക്ക് ഡൗൺ അഗെയിൻ. ഇവിടെ കാറിനെ പറ്റിയാണ് പറയുന്നത്. വിച്ച് ഈസ് 5 years old, അതായത് ആ കാറുണ്ടല്ലോ, ഏത് കാറ്? 5 വർഷം പഴക്കമുള്ള ആ കാർ, ദാറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതെന്ത് ചെയ്തു? ബ്രോക്ക് ഡൗൺ ആയി. ബ്രോക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ കേടായി എന്നുള്ളതാണ്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ കേടാകുക. അപ്പോൾ ബ്രോക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ കേടായി എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ V2 അത് വരുന്നു. ദിസ് ഈസ് മൈ ഫ്രണ്ട് ഹുസ് മദർ വർക്ക് ഇൻ ദ ദൂരദർശൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരദർശനിൽ വർക്ക് ചെയ്യുന്ന ആ സുഹൃത്ത് ഇതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് മൈ ഫ്രണ്ട്സ് ഹു പ്ലേഡ് ഇൻ ദ രഞ്ജി ട്രോഫി എന്ന് പറഞ്ഞാൽ രഞ്ജി ട്രോഫിയിൽ കളിച്ച ആ കൂട്ടുകാരൻ ഇതാണ്. ദിസ് ഈസ് മൈ ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? രഞ്ജി ട്രോഫിയിൽ കളിച്ച ആ ഫ്രണ്ട്, അതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഹൂ ഉപയോഗിച്ചത്. ഡു യു നോ എ ഗേൾ ഹൂ ഈസ് ഫ്രം കോട്ടയം ഇൻ യുവർ ഓഫീസ് എന്ന് പറഞ്ഞാൽ നിനക്കറിയാമോ കോട്ടയത്തു നിന്നുള്ള ഒരു പെൺകുട്ടിയെ? ഹൂ ഈസ് ഫ്രം കോട്ടയം. ആ പെൺകുട്ടി എവിടെ നിന്നാണ്? കോട്ടയത്തു നിന്നുള്ള ആ പെൺകുട്ടി നിൻ്റെ ഓഫീസിലുള്ള. വേർ ഈസ് ദ ബുക്ക് വിച്ച് ഐ ഗേവ് യു യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ നിനക്ക് തന്ന ആ ബുക്ക് എന്ത് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ സെക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അൺലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ്.